ഉള്ളവരെ, രാഷ്ട്രീയ നിരൂപകരുടെയൊക്കെ അഭിപ്രായത്തിൽ വലിയ തെറ്റുകൾ അല്ലെങ്കിൽ വലിയ മണ്ടത്തരങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ ഒരു 10-15 വർഷത്തേക്ക് കേരളത്തിൻ്റെ ഭരണം മാറുന്ന ഒരവസ്ഥ ഉണ്ടാകില്ല. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇനി ഒരു 10-15 വർഷത്തേക്ക് 2-3 തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലേക്ക് കേരളം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ അവസ്ഥയാണ് കേരളത്തിൽ ഉള്ളത് എന്നൊരു വിശകലനമാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ പാർട്ടി ഗ്രാമങ്ങളിൽ തന്നെ തിരിച്ചടികൾ നേരിട്ട സന്ദർഭത്തിൽ ഇനിയൊരു രാഷ്ട്രീയ മാറ്റത്തിനുള്ള സാഹചര്യം വളരെ കുറവാണെന്ന രീതിയിൽ രാഷ്ട്രീയ നിഗമനങ്ങൾ പുറത്തു വരികയാണ്. കോൺഗ്രസ് സംബന്ധിച്ച് കുറച്ചുകൂടി പക്വമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കുവാൻ പറ്റൂ എന്നൊരു യാഥാർത്ഥ്യം ചരിത്രത്തിലാദ്യമായിട്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ മനസ്സിലാക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഗ്രൂപ്പ് രാഷ്ട്രീയമൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊരിക്കലും അതിൻ്റെ ഒരു മറ ഭേദിച്ച് പുറത്തു വരാത്ത ഒരവസ്ഥയുണ്ട്. നമുക്കറിയാവുന്നതുപോലെ 2001-ലും 2011-ലുമൊക്കെ യു ഡി എഫ് കോൺഗ്രസ് നേതൃത്വത്തിൽ അധികാരത്തിൽ വരുമ്പോൾ ഒരു ഗ്രൂപ്പിസം അത് മറനീക്കി ആദ്യ മാസങ്ങൾ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഒരു കാര്യം ദർശിക്കുന്നില്ല. വളരെ പക്വമായിട്ട് തന്നെയാണ് രമേശ് ചെന്നിത്തലയായാലും വി.ഡി. സതീശനായാലും കെ.സി. വേണുഗോപാലായാലും ഒക്കെ മുന്നോട്ട് പോകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് വലിയ തെറ്റുകൾ, വലിയ മണ്ടത്തരങ്ങൾ, രാഷ്ട്രീയപരമായ ചില മണ്ടത്തരങ്ങളായ തീരുമാനങ്ങൾ ഒന്നും എടുത്തില്ലെങ്കിൽ UDFിൻ്റെ കോൺഗ്രസിൻ്റെ ഒക്കെ നില ഭദ്രമാണ് എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമ വിശകലനങ്ങളും അതുപോലെ രാഷ്ട്രീയ തന്ത്രജ്ഞന്മാരുടെ, രാഷ്ട്രീയ വിശാരദ വിദഗ്ധന്മാരുടെ ഒക്കെ നിഗമനങ്ങളും പുറത്തു വരുന്നത്. ഒരുപക്ഷെ BJP CPMൻ്റെ ഒരു സ്ഥാനത്തേക്ക് വന്നേക്കാം. അവരതുമായി ബന്ധപ്പെട്ട തന്ത്രപരമായ ചില നീക്കങ്ങൾ നടത്തുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. അതുപോലെ CPM തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, നിയമസഭാ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്ത് തമ്മിലുള്ള ചർച്ച അത് ഒരു തർക്കമായി രൂപാന്തരപ്പെടുന്നു. പിണറായി വിജയൻ പറയുന്നത് താൻ നിർദ്ദേശിക്കുകയാണെങ്കിൽ CPMകാരൻ മാത്രമായിരിക്കും പ്രതിപക്ഷ ഉപനേതാവ് ആയി വരിക, CPI തൽക്കാലം അതിനെക്കുറിച്ച് സ്വപ്നം കാണണ്ട എന്നാണ്. അതായത് LDFിനകത്ത് ഒരു തർക്കവും മറ്റു രൂപപ്പെട്ടു വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടായിരിക്കാം രാഷ്ട്രീയമായി ഇനി CPMനും LDFനും നല്ല കാലം അല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം നേരത്തെ കോൺഗ്രസ് വിട്ടുപോയ ചില നേതാക്കന്മാർ തിരികെ വരുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് എന്ന രാഷ്ട്രീയ നിഗമനം പുറത്തു വരികയാണ്. കഴിഞ്ഞ ദിവസം ഷാഹിദ കമാലിൻ്റെ ഒരു പോസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്താണ്. അവർ കെ.സി. വേണുഗോപാലിനോടും ഒപ്പം പഴകുളം മധു MLAയോടൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഒപ്പം ഇന്നലെ അവരുടേതായ ചില പ്രസ്താവനകൾ വന്നതായി ചില ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ശരിയാണോ എന്നറിയില്ല. രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ സോണിയ ഗാന്ധിയോ വിളിക്കുകയാണെങ്കിൽ താൻ കോൺഗ്രസിലേക്ക് മടങ്ങി വരും എന്നവരുടെ പ്രസ്താവനയുണ്ടായിരിക്കുന്നു. അതായത് കോൺഗ്രസ് വിട്ട കൂടുതൽ നേതാക്കന്മാർ തിരികെ വരുവാനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഷാഹിദ കമാലിനെ സംബന്ധിച്ച് അവർ കോൺഗ്രസ് വിട്ട് CPMൽ ചേർന്ന ഒരു CPMൻ്റെ സമ്മേളനം കേരളത്തിലെ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകൾക്കൊക്കെ ഓർമ്മയുണ്ടാകും. അന്ന് ചവറയിലെ LDFിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് അവർ CPMൽ ചേർന്നത്. അന്ന് അവർ പറഞ്ഞൊരു പ്രസംഗമുണ്ട്, CPMലെ സഖാക്കന്മാരോടൊപ്പം കോൺഗ്രസിൻ്റെയും ഐക്യമുന്നണിയുടെയും തകർച്ച കാണുവാനുള്ള ഇല്ലാതാക്കുവാനുള്ള യുദ്ധത്തിൽ താനും പങ്കുചേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ CPMൽ ചേർന്നത്. പക്ഷേ അവരിപ്പോൾ കോൺഗ്രസിൻ്റെ അടുക്കളയിൽ ഒരു പ്രവേശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു എന്ന വാർത്തയും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഒപ്പം നേരത്തെ തന്നെ പാർട്ടിയുടെ എല്ലാ ഭാഗമായി നിന്നുകൊണ്ട് എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റിയ തോമസ് മാഷും KV തോമസും കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്ന, സംസ്ഥാനത്ത് മന്ത്രിയായിരുന്ന, DCC പ്രസിഡന്റും കൊല്ലം MPയും MLAയും ഒക്കെ ആയിരുന്ന തോമസ് മാസ്റ്ററും അതിനായിട്ടുള്ള അവസരങ്ങൾ തിരക്കി നടക്കുന്നു എന്ന ചില രാഷ്ട്രീയ നിഗമനങ്ങൾ എറണാകുളത്തു നിന്ന് വരുന്നുണ്ട്. ഒപ്പം പി സരിൻ, അങ്ങനെ പ്രശാന്ത്, അങ്ങനെ കുറച്ച് ആളുകളുടെ പേര് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും ഈ നേതാക്കന്മാരെയൊക്കെ കൊണ്ടുവരുന്നതിന് സംസ്ഥാന നേതൃത്വത്തെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിലേക്ക് ഒരു വരവുണ്ടാകുന്നില്ല, BJPയിലേക്ക് ഒരു പോക്കാണ് ഉണ്ടാകുന്നത്. പക്ഷേ സംസ്ഥാനത്ത് ഇങ്ങനെ കോൺഗ്രസ് നേതാക്കളെയൊക്കെ തിരികെ വരുമ്പോൾ അഖിലേന്ത്യാ നേതാക്കന്മാരുടെ ഇടയിൽ ഒരു വെയിറ്റ് കിട്ടും, ഒരു ഗമ കിട്ടും എന്നൊരു നിഗമനമാണ് ഇത്തരം തിരിച്ചുകൊണ്ടുവരലുകൾക്ക്, ഗർഭാപ്പസികൾക്ക് കോൺഗ്രസ് നേതാക്കന്മാരെ പ്രേരിപ്പിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ സൈബർ ഇടങ്ങളിലെ കോൺഗ്രസ് പ്രവർത്തകരും സാധാരണ ഇവരുടെ തിരിച്ചുവരവിനെ എതിർക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. വരുന്നെങ്കിൽ 5 രൂപ മെമ്പർഷിപ്പൊക്കെ കൊടുത്ത് എവിടെയെങ്കിലും ഒതുക്കിയിരുത്തേക്കുക. പ്രത്യേകിച്ചും ഷാഹിദ കമാലിനെ ഒന്നും വനിതാ കമ്മീഷൻ്റെ അംഗമായി നിയമിക്കരുത്, സരിനൊരു പദ്ധതികൾ കൊടുക്കരുത്, KV തോമസ് വരികയാണെങ്കിൽ സാധാരണ പ്രവർത്തനമായിരിക്കട്ടെ എന്നൊക്കെയുള്ള രാഷ്ട്രീയ വിശകലനങ്ങളാണ് സൈബർ ഇടങ്ങളിൽ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ ഷെയർ ചെയ്യുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. മറ്റൊന്ന്, അവർ ശക്തമായി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വാദിക്കുകയും ചെയ്യുന്നുണ്ട്. സരിനും
അതുപോലെ ഷാഹിദ കമാലും കെ വി തോമസ് മാഷുമൊക്കെ പാർട്ടി വിട്ടുപോയതിനു ശേഷം പാർട്ടിക്കെതിരെ നിരന്തരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പാർട്ടിയിൽ ജനാധിപത്യമില്ല, അവർക്ക് മത്സരിക്കാൻ സാധ്യതകൾ ജയിക്കാനുള്ള സീറ്റുകൾ കൊടുത്തില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിരന്തരം ആരോപിച്ചിരുന്നപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലാകട്ടെ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം തൻ്റെ MLA സ്ഥാനം നിഷേധിച്ചതിന് ശേഷവുമൊക്കെ പാർട്ടിക്ക് എതിരായി ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല പാർട്ടി പ്രതിസന്ധിയിലായ സമയത്തൊക്കെ വളരെ കൃത്യമായിട്ട് പാർട്ടിയെ പ്രതിരോധിക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വന്നിരുന്നു എന്നതും കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകരുടെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വാദിക്കുന്നതിന് കാരണമാകുന്നു എന്നൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യം കൂടി ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് ഇവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും തിരികെ കൊണ്ടുവരണം എന്ന ഒരു ചർച്ച സൈബറിടങ്ങളിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിലേക്ക് പൂർവ്വകാല പ്രാധാന്യത്തോട് തിരിച്ചെടുക്കുന്നതിനെ സൈബറിടത്തെ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ ന്യായീകരിക്കുമ്പോൾ ഷാഹിദ കമാലിൻ്റെയും കെ വി തോമസിൻ്റെയും സരിൻ്റെയും ഒക്കെ വരവിനെ കോൺഗ്രസിലെ സൈബറിടങ്ങളിൽ പ്രവർത്തിക്കുന്ന അണികൾ വ്യക്തമായി തന്നെ എതിർക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസിനെ സംബന്ധിച്ച് അണികളുടെ ഒരു അഭിപ്രായം കേൾക്കാതെ തരമില്ല. ജനാധിപത്യ പാർട്ടിയാണ്. മാത്രമല്ല അഖിലേന്ത്യാ നേതൃത്വത്തിലുള്ള ആളുകളൊക്കെ ഈ സോഷ്യൽ മീഡിയയിലെ പ്രവർത്തനങ്ങളൊക്കെയും സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷാഹിദ കമാലിൻ്റെയും കെ വി തോമസിൻ്റെയും ഒക്കെ തിരിച്ചുവരവ് ഒരുപക്ഷെ അടഞ്ഞ അധ്യായമായി മാറിയേക്കാം എന്ന ഒരു രാഷ്ട്രീയ നിഗമനം കൂടി പുറത്തു വരുന്നുണ്ട്. അതല്ലെങ്കിൽ ഒരുപക്ഷെ സാധാരണ മെമ്പർമാരായിട്ട് ബോർഡിലോ കോർപ്പറേഷനിലോ ഒരു മെമ്പർ പോലും ആകാത്ത സാധാരണ മെമ്പർമാരായിട്ട് ഇവർക്ക് പാർട്ടിയിലേക്ക് തിരിച്ചു വരുവാനുള്ള സാഹചര്യം അണികളുടെ ഒരു അനുവാദത്തോടുകൂടി സംസ്ഥാന നേതൃത്വം ഒരുക്കേണ്ടി വരും എന്നാണ് രാഷ്ട്രീയ നിയമനങ്ങളൊക്കെ പുറത്തു വരുന്നത്. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവിന് വേണ്ടി സംസ്ഥാനത്ത് സൈബറിടങ്ങളിൽ കോൺഗ്രസിൻ്റെ ശക്തമായ വാദവും ഉണ്ടാകുന്നതെന്നാണ്. സൈബറിടങ്ങളിൽ പ്രവർത്തിക്കുന്ന മിക്ക ആളുകളും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ട് പോസ്റ്റുകളും കമൻറ്റുകളും ഒക്കെ ചെയ്യുന്നുണ്ട്. ഷാഹിദ കമാലും കെ വി തോമസും ഒക്കെ കോൺഗ്രസിന് ഉപദ്രവകരമായ രീതിയിൽ പരാമർശങ്ങൾ നടത്തി, പ്രസ്താവനകൾ നടത്തി പാർട്ടി വിട്ടതിന് പോയതിനു ശേഷം CPM-നെ സോപ്പിടാൻ വേണ്ടി ചെയ്തപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെയൊന്നും ചെയ്യാതെ പാർട്ടിയോടൊപ്പം ഉറച്ചു നിന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രത്യേകിച്ചും ഈ മന്ത്രിസഭയുടെ ആദ്യഘട്ടങ്ങളിൽ സതീഷിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ ചില ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ യാത്രയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായപ്പോൾ, അതുപോലെ അദ്ദേഹം കർണാടക യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ P. ഹാരിസിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ ഹെലികോപ്റ്ററിൽ പോയപ്പോൾ CPM-ഉം അതുപോലെ കേരളത്തിലെ മാധ്യമങ്ങളും ഉണ്ടാക്കിയ വിവാദങ്ങൾ അതൊക്കെ പൊളിച്ചെടുക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു സാന്നിധ്യമുണ്ടായിരുന്നു. അദ്ദേഹം വളരെ കൃത്യമായി തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഹെലികോപ്റ്ററിലല്ല VD സതീശൻ ബിരുദ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ പോയെന്ന് വ്യക്തമാക്കിയായിരുന്നു. ആ ഹെലികോപ്റ്ററിൻ്റെ നമ്പർ സഹിതം അദ്ദേഹത്തിന് അത് വ്യക്തമാക്കുവാൻ കഴിഞ്ഞു. നാലപ്പാട് ഹാരിസ്, അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ കർണാടക സംസ്ഥാന അധ്യക്ഷൻ അയച്ചു കൊടുത്ത വിമാനത്തിലായിരുന്നു VD സതീശൻ്റെ യാത്ര എന്നൊക്കെ വ്യക്തമാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ വളരെ കൃത്യമായ സോഷ്യൽ മീഡിയ ഇടപെടലുകൾ പാർട്ടിക്ക് വേണ്ടി ഈ അവസരത്തിൽ നടത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചുവരവിന് വേണ്ടി സൈബറിടങ്ങളിൽ വളരെ വലിയ തോതിൽ ശബ്ദമുയരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന്, സംസ്ഥാന നേതൃത്വത്തിന് എത്രത്തോളം അവഗണിക്കുവാൻ കഴിയും എന്ന വലിയ ചോദ്യവും ഉയരുന്നുണ്ട്. എന്തായാലും ഷാഹിദ കമാലോ കെ വി തോമസോ തിരിച്ചു വരുന്നതിനേക്കാൾ കോൺഗ്രസിൻ്റെ സാധാരണ അണികൾ ആഗ്രഹിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. തൽക്കാലം ഈ വീഡിയോ വാങ്ങിയാണ്. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.